ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് സാറ്റർഡേ മോർണിംഗ് ആയതുകൊണ്ട് കുറച്ച് റിലാക്സിങ് ആയിട്ടുള്ള മോർണിംഗ് ആണ്. മോൾക്ക് സ്കൂളിലൊന്നും പോകാത്തതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് രാവിലെ ഇവിടെ വന്ന് നമ്മുടെ കൃഷിയും ഗാർഡനും ഒക്കെ ഇങ്ങനെ നോക്കി നടക്കാം. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര നല്ല കാലാവസ്ഥ, നല്ല രസമുണ്ട്. രാവിലെ മഞ്ഞാണ്. ഞാൻ ചോദിച്ചു, മഴ പെയ്തോ? ഇവിടെ ഇല്ല, മഞ്ഞാണെന്ന്. ശരിക്കും മഴ ചാറിയതുപോലെ മഞ്ഞിൻ്റെ കണങ്ങൾ ഇങ്ങനെ ഇവിടെ കിടക്കുകയാണ്. അപ്പം ഞാനിവിടെ നിന്നിങ്ങനെ മുടിയൊക്കെ ചുമ്മാ ഇങ്ങനെ കോതിക്കൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. നല്ല രസമുണ്ട്. അപ്പം വീട്ട് മാറ്റ് ഇട്ടതിനെക്കുറിച്ച് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വീട്ട് മാറ്റ് ഇട്ട് പകുതി ആയപ്പോഴത്തേക്ക് എനിക്കൊരു ഒഫീഷ്യൽ കാര്യത്തിനായിട്ട് പുറത്ത് പോകേണ്ടി വന്നു. പിന്നെ ബാക്കി ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നവരാണ് ചെയ്തത്. പക്ഷേ തികഞ്ഞില്ല. ഈ ഒരു പറമ്പിലേക്ക് ഫുള്ളായിട്ട് ചെയ്യാനായിട്ടത് തികഞ്ഞില്ല. കുറച്ച് ഭാഗം ഇട്ടിട്ടില്ല. നമുക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് ചെയ്തിട്ട് കട്ടയാണ് വെച്ചിരിക്കുന്നത്, ഇത് പറന്നു പോകാതിരിക്കാൻ. പക്ഷേ ആ കട്ടകൾ അങ്ങനെ വെച്ചുകൊണ്ട് കാര്യമില്ല. തൽക്കാലം പറന്നു പോകാതിരിക്കാൻ നമ്മൾ ചെയ്തെങ്കിൽ ഞാനവിടെ ഗ്രോ ബാഗ്സാണ് വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഗ്രോ ബാഗ്സ് മേളിലിരുന്ന എല്ലാം അവരെടുത്ത് ഇവിടെ കൊണ്ട് വെച്ചു. പക്ഷേ അതത്ര അറേഞ്ചിങ് ആയിട്ടല്ല വെച്ചിരുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഗാർഡനൊക്കെ നല്ല ഫുള്ളി അറേഞ്ചായിട്ട് വെക്കുന്നത്, നല്ല ഭംഗിയായിട്ട്, നമുക്ക് എപ്പോഴും നല്ല സ്മൂത്തായിട്ട് നല്ല അടിപൊളിയായിരിക്കണം. എന്തൊരു സൗന്ദര്യം വേണം. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. വേണ്ട, കുറച്ച് വൃത്തിയാക്കാനും ഇത് അറേഞ്ച് ചെയ്യാനും ഉണ്ട്. അറേഞ്ച് ചെയ്ത് കട്ടയൊക്കെ മാറ്റിയാലേ ഇതിനൊരു ഭംഗി വരത്തുള്ളൂ. എല്ലാം കുറച്ച് വൃത്തിയാക്കാനുണ്ട്. ഇത് നമ്മൾ 2 ഓല ഇതിൽ നിന്നും വെട്ടിയിട്ടത് ഞങ്ങളിരുന്ന് അതിൻ്റെ ഈർക്കിലെടുത്ത് ചൂലുണ്ടാക്കിയതാണ്. അത് കുറച്ചേ കിട്ടിയുള്ളൂ. ഒരു പിടി കിട്ടിയിട്ടുണ്ട്. ചീവി എടുത്ത് അതിവിടെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം എനിക്ക് സ്മോൾ ചൂലാണ് ഇഷ്ടം, വെയിറ്റ് ഇല്ലാത്തത്. അപ്പോൾ അതിൻ്റെ അറ്റം വെട്ടിക്കളഞ്ഞാൽ നമുക്കിവിടെയൊക്കെ ജസ്റ്റ് കരിയിലൊക്കെ തൂക്കാം. അപ്പോൾ അതാണ് വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് അത് അറേഞ്ച് ചെയ്യാൻ ഇച്ചിരി പണിയുണ്ട്. എനിക്കിന്ന് ഒരു ദൂരയാത്രയുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു 3-4 എണ്ണം എടുത്ത് വെച്ച് അറേഞ്ച് ചെയ്തതിന് ശേഷം അങ്ങനെ പോകാനായിട്ട് ഒരുങ്ങണം. ബാക്കി വിശേഷങ്ങൾ നിങ്ങളെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യാം, ചോദിച്ചവർക്ക് വേണ്ടിയിട്ട്. ഇന്നത് വെള്ളമൊക്കെ ഇറങ്ങിപ്പോകും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ റംബൂട്ടാനൊക്കെ നല്ല ഭംഗിയായി ഇതിനകത്ത് നിന്നപ്പോൾ. കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. എന്തൊക്കെയാണ് നട്ടിരിക്കുന്നതെന്നും ചോദിച്ചിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഭയങ്കര സന്തോഷത്തിലാണ് ഓരോരുത്തർ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് പറയുന്നത്. എന്നെ ഏറ്റവും അടുത്തറിയാവുന്നവർ കേട്ടോ. അങ്ങനെ ഇപ്പോൾ ലോകർ മൊത്തം പറയുന്നതെന്നല്ല, എന്നെ അറിയാവുന്നവരും എൻ്റെ വീഡിയോസ് കാണുന്നവരും ഒരു സന്തോഷത്തിൽ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം പിന്നെയും ഒരു എനർജി കിട്ടും. ഞാൻ ഈ ഡ്രമ്മിലാണ് ഈ ഒരു അഗസ്ത്യ ചീര നട്ടിരിക്കുന്നത്. പൂത്തെടുപ്പുണ്ട് കേട്ടോ, കണ്ടോ? അത് നമുക്കിന്ന് പറിക്കാം. ഇതിൻ്റെ ഔഷധ ഗുണം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പണ്ട് നമ്മുടെ വീട്ടിൽ വൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ നഴ്സറികളിലും ഈ അഗസ്ത്യപ്പൂവിൻ്റെ ചുമപ്പ് അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ മഷ്റൂം തോരൻ വെക്കുന്നത് പോലെ ഇരിക്കും. സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഇന്ന് പറിച്ചെടുക്കാം. ഞാനൊരു തേക്കിൻ്റെ ഇലയിൽ ഇത്രയും അഗസ്ത്യപ്പൂ കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പൂ പറിക്കാൻ നേരത്തെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എന്നെ സാങ്കുട്ടിച്ചാൻ ചോദിക്കുകയാണ്, എന്തിനാ പൂ പറിച്ച് കളയുന്നത്? ഞാൻ പറഞ്ഞത് പൂവാണ് നമ്മൾ തോരൻ വയ്ക്കുന്നത്, ഇലയും വയ്ക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.